ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഇത് കണ്ടപ്പോഴേ നിങ്ങൾക്കറിയാം, ഇത് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാനുള്ള ഉപകരണമാണല്ലോ. അതുപോലെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അറിയാനായിട്ട് ഉപയോഗിക്കുന്ന തെർമോമീറ്റർ, ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് ഹ്യൂമൻ ബോഡി സിസ്റ്റത്തിൻ്റെ ബാലൻസിങ്ങിന് വ്യത്യാസമായിട്ട് വരുന്ന കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അത് ബാലൻസിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ്. അപ്പം ഈ ടെമ്പറേച്ചറിൽ വേരിയേഷൻ വരുമ്പോൾ നമുക്ക് ഒരു ഡിസീസ് കണ്ടീഷനാകാം. അതുപോലെ തന്നെ പ്രഷറിൽ വേരിയേഷൻ വരുമ്പോഴും നമുക്കൊരു ഡിസീസ് കണ്ടീഷനാകും. അപ്പോൾ ഇതുപോലെ നമുക്കുള്ള കെമിക്കൽ സിസ്റ്റത്തെ മനസ്സിലാക്കാനായിട്ട് ഇതുപോലെ നമുക്ക് അറിയേണ്ട 2 വേരിയബിൾസാണ്. ഒന്ന് പ്രഷർ, മറ്റൊന്ന് ടെമ്പറേച്ചർ. ഇത് കൂടാതെ ഫിസിക്കൽ സോളിഡ് സ്റ്റേറ്റ് ആയാലും ലിക്വിഡ് സ്റ്റേറ്റ് ആയാലും അതുപോലെ തന്നെ ഗേഷ്യസ് സ്റ്റേറ്റ് ആയാലും നമുക്ക് മൂന്നാമതൊരു വേരിയബിളും കൂടെ അറിയേണ്ടതുണ്ട്. അതെന്ന് പറയുന്നത് വോളിയമാണ്. ദിസ് ഈസ് വോളിയം ഓഫ് ദിസ് ലിക്വിഡ്, വോളിയം ഓഫ് ദിസ് വാട്ടർ. സോ വി ക്യാൻ ചേഞ്ച് ദ വോളിയം. Volume can be changed. For a gas, this volume can be changed by applying pressure. Then the volume can be changed by heating or cooling. So these are the 3 fundamental variables, that is pressure, volume and temperature. Pressure P, temperature T and volume V. എൻ്റെ കയ്യിൽ ഈ ഒരു സിറിഞ്ചാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് എയർ ഫിൽഡാണ്. ഇതൊരു പിസ്റ്റണായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നതാണ് അതിൻ്റെ പ്രഷർ. അപ്പോൾ ഇത് അമർത്തുമ്പം പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെ അതുപോലെ റിലീസ് ചെയ്യുമ്പം പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇതിനകത്ത് ഗ്യാസാണ്. അപ്പോൾ ഈ എയർ നമ്മൾ ഈ പിസ്റ്റൺ കൊണ്ട് അമർത്തുമ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഗ്യാസിൻ്റെ അവിടെ കംപ്രഷൻ നടക്കുകയാണ്. അപ്പോൾ വോളിയം ഡിക്രീസ് ചെയ്യുന്നു. അതേസമയം പിസ്റ്റൺ ഉയർത്തുമ്പോൾ പ്രഷർ അവിടെ കുറയുകയാണ്. അതിനനുസരിച്ച് ഇവിടെയുള്ള എയറിൻ്റെ വോളിയം കൂടുന്നു. അപ്പം ഇത്രയും ഇതിനകത്തുള്ള എയർ ഇരിക്കുന്ന വോളിയം ഇപ്പോൾ കുറവും, പിസ്റ്റൺ ഉയർത്തുമ്പോൾ അത്രയും എയറിന് ഇരിക്കാൻ കൂടുതൽ സ്പേസ് അവിടെ കിട്ടുകയും ചെയ്യാണ്. അപ്പോൾ അവിടെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഈ വോളിയം എന്നുള്ള വേരിയബിൾ എന്താ ചെയ്യുന്നത്? പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നതനുസരിച്ച് ഈ വോളിയത്തിന് മാറ്റം സംഭവിക്കുന്നു. സോ വോളിയം ഈസ് എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇനി അതുപോലെ തന്നെ ഒരു പാത്രത്തിലുള്ള വായുവിനെ നമ്മൾ ചൂടാക്കുകയോ തണുപ്പിക്കുകയോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താലും ഈ വോളിയം, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എക്സ്പാൻഡ് ചെയ്യാണ്, വോളിയം കൂടുന്നു. ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ വോളിയം കുറയുന്നു. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. എന്നാൽ പ്രഷറും ടെമ്പറേച്ചറും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് അത് ഡിഫൈൻ ചെയ്യുന്നത് 3 വേരിയബിൾസ് വെച്ചിട്ടാണ്: പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം. അതിൽ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും വോളിയം എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളുമാണ്.